2002ലെയും 2025ലെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യം 2025ലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. അതിനായി ബ്രൗസർ ഓപ്പൺ ചെയ്ത് voters.eci.gov.in എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ECI വെബ്സൈറ്റിൻ്റെ വോട്ടേഴ്സ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സെർച്ച് യുവർ നെയിം ഇൻ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുക. ഇവിടെ സെർച്ച് ചെയ്യാനായി 3 ഓപ്ഷൻ കാണാം. സെർച്ച് ബൈ എപ്പിക് നമ്പർ, സെർച്ച് ബൈ ഡീറ്റെയിൽസ്, സെർച്ച് ബൈ മൊബൈൽ നമ്പർ. ഇതിൽ സെർച്ച് ബൈ എപ്പിക് നമ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിന് താഴെ എപ്പിക് നമ്പറാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ എപ്പിക് നമ്പർ ഇവിടെ കൊടുക്കുക. അതിന് താഴെ നിങ്ങളുടെ സ്റ്റേറ്റ് കേരള എന്നത് സെലക്ട് ചെയ്യുക. അതിന് താഴെ ക്യാപ്ച കോഡ് അതേപോലെ എൻ്റർ ചെയ്ത ശേഷം സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽ താഴെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വ്യൂ ഡീറ്റെയിൽ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽ ഫുള്ളായി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് സെർച്ച് ബൈ ഡീറ്റെയിൽസ് കൊടുത്ത് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കാം. അതിനിവിടെ സെർച്ച് ബൈ ഡീറ്റെയിൽ എന്ന് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിന് താഴെ ലാംഗ്വേജ്. നെക്സ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നെയിം എന്നിടത്ത് നിങ്ങളുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക. അതിന് താഴെ നിങ്ങളുടെ റിലേറ്റീവ് നെയിമാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിന് താഴെ ജെൻഡർ സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക. അതിന് താഴെ നിങ്ങളുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരാണ് സെലക്ട് ചെയ്യേണ്ടത്. താഴെ ക്യാപ്ച കോഡ് അതേപോലെ കൊടുത്ത ശേഷം സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്ത ശേഷം താഴെ നിങ്ങളുടെ ഡീറ്റെയിൽ വന്നതായി കാണാം. സൈഡോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വ്യൂ ഡീറ്റെയിലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് സെർച്ച് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അടുത്തത് ലാംഗ്വേജ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. താഴെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത ശേഷം സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത ശേഷം താഴെ സെർച്ച് എന്നത് കൊടുക്കുക. മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്തത് 2002ലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ബ്രൗസറിൽ CEO വോട്ടേഴ്സ് ലിസ്റ്റ് കേരള എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ വോട്ടേഴ്സ് സെർച്ച് SIR 2002 CEO കേരള എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക. അതിന് താഴെ നിങ്ങളുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരാണ് സെലക്ട് ചെയ്യേണ്ടത്. താഴെ നിങ്ങളുടെ ബൂത്ത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വോട്ടറുടെ പേരാണ് കൊടുക്കേണ്ടത്. അത് മലയാളത്തിൽ വേണം കൊടുക്കാൻ. ഹൗസ് നെയിമും പാർട്ടി നെയിമും കൊടുക്കേണ്ട ആവശ്യമില്ല. താഴെ കാണുന്ന സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ നിങ്ങളുടെ റിസൾട്ട് വന്നതായി കാണാം. ഇതിൽ ഹൗസ് നമ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും ഡീറ്റെയിൽ കാണാൻ സാധിക്കും.